ഒന്നടങ്കം കാത്തിരുന്ന ആ ഒരു നിമിഷം വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കുറേ നാളായിട്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ആ ഒരു നിമിഷം. ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷയുടെ ഗ്രാൻഡ് ലോഞ്ച് ഇന്നലെ രാത്രി 12 മണിയോടുകൂടി വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു സ്വാതി സ്ക്രീൻ ടോക്ക്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമന്റ്സ് പറയുക. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് സീസണിന്റെ അഗ്നി പരീക്ഷ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് അഗ്നി പരീക്ഷ, എങ്ങനെയാണ് അഗ്നി പരീക്ഷ എന്നൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞു. ഒരുവിധം പ്രമോസ് ഒക്കെ കണ്ട് നമുക്ക് ഒരുവിധം സംഭവം മനസ്സിലായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. സോ എന്തായാലും നമുക്കൊരു ഹിൻ്റൊക്കെ കിട്ടി. സംഭവം ഭയങ്കര സീനാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ BB ഹൗസ് ഓൾറെഡി നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്. നല്ല ചലഞ്ചസ്, നല്ല സ്ട്രഗിൾ ചെയ്യേണ്ട വരും അവിടെ നമുക്ക് പല രീതിയിൽ. ഇമോഷണലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും മൈൻഡ് മൊത്തത്തിൽ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ അഗ്നിപരീക്ഷ എന്ന് പറയുമ്പോൾ പേര് തന്നെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതെന്തോ വലിയ സാധനമാണെന്നും എന്തോ നമ്മളെ കൊല്ലാൻ മാത്രമുള്ള സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും അവർ തുടങ്ങിയേക്കണേന്ന്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയായിരിക്കും എന്ന് മലയാളികൾ വളരെ എക്സൈറ്റഡ് ആണ്. പോരാത്തതിന് കോമണേഴ്സിന് വേണ്ടിയിട്ട്, അതായത് ബിഗ് ബോസിന് മുമ്പുള്ള, അതായത് ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞാൽ. സോ ഇന്നലെ അതിൻ്റെ ഇന്നലെ അല്ല, രാത്രി അതിൻ്റെ ഗ്രാൻഡ് ലോഞ്ച് ആയിരുന്നു. ഞാൻ രാവിലെയാണ് എപ്പിസോഡ് കണ്ടത്. ഇന്നലെ കുറച്ച് ബിസി ആയതുകൊണ്ട് രാത്രിയൊക്കെ പടായിരുന്നു, കിടന്നുറങ്ങി. ഇന്ന് രാവിലെ എണീച്ചപ്പോഴാണ് എപ്പിസോഡ് കാണുന്നത്. സോ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ ജഡ്ജസ് റിയ സലീം, അഖിൽ മാരാർ ആൻഡ് രഞ്ജിനി ഹരിദാസ് ആണ്. ദെൻ ആങ്കർ ആയിട്ടുള്ളത് നമ്മുടെ റിനീഷയാണ്. റിനീഷ ഫസ്റ്റിലെ വരുന്നു, പാട്ടൊക്കെ വെച്ച് നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 സോങ് ഒക്കെ വെച്ച് ഇങ്ങനെ വരികയാണ്. പക്ഷേ നമ്മുടെ സോങ് മറ്റേ സോങ് അല്ല കേട്ടോ, മറ്റേ ലോകത്തിൻ കഥയറിയാതെ ആ സോങ് അല്ലല്ലോ. സത്യം പറഞ്ഞാൽ പാട്ടൊക്കെ കേട്ടപ്പായിരുന്നു, പക്ഷെ എന്നാലും എനിക്ക് ശരിക്കും അത് മിസ് ചെയ്തു. അതിൻ്റെ ആ സൗണ്ട് കേൾക്കുമ്പോഴേക്കും നമുക്കൊരു എന്താ പറയുക, അതൊരു വല്ലാത്തൊരു ഫീലാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്കൊരു എന്താ പറയുക, ഈ ബീഫൊക്കെ മലയാളികളുടെ വികാരമാണെന്ന് പറഞ്ഞ മാതിരി ഇത് നമ്മുടെ ഒരു വികാരമായിട്ട് മാറി. അതുകൊണ്ട് ആ ഒരു മ്യൂസിക് ഞാൻ മിസ് ചെയ്തു. സോ എനിവേസ് ആ പാട്ടോട് കൂട്ടിയിട്ട് റെനീഷ വരുന്നു. ദെൻ റെനീഷ പറഞ്ഞു ബിഗ് ബോസിൻ്റെ അഗ്നിപരീക്ഷ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മൾ എക്സൈറ്റഡ് ആണ്, സാധാരണക്കാർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് ഇൻട്രോ കൊടുക്കുന്നു. ദെൻ ജഡ്ജസിനെ വിളിക്കുന്നു, റിയ സലീം, ദെൻ അഖിൽ മാരാറിനെ വിളിക്കുന്നു, ദെൻ ആരാണ് രഞ്ജിനി ഹരിദാസിനെ വിളിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് ഇത് തന്നെയായിട്ട് പറയേണ്ടത്, അഗ്നിപരീക്ഷ കോമണേഴ്സിന് വേണ്ടിയിട്ടൊരു പുതിയ ഒരു പ്ലാറ്റ്ഫോമാണ്, അവർക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഞങ്ങൾ എക്സൈറ്റഡ് ആണ്, ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതുകൊണ്ട് ഇവരെന്തൊക്കെ ചെയ്യും, എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യും, എങ്ങനെയൊക്കെ ഗെയിം കാണുന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണെന്ന് പറയുന്നു. ദെൻ 40 കോമണേഴ്സ്, 40 പേരിൽ 30 പേര് അതായത് ബിഗ് ബോസിൻ്റെ ഡയറക്റ്റ് ഓഡിഷൻ വഴി, 5 പേര് മൈജിയുടെ ഓഡിഷൻ വഴിയും, 5 പേര് വൈറ്റ് ഗോൾഡിൻ്റെ ഓഡിഷൻ വഴിയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 40 പേരാണ് മൊത്തത്തിൽ നമ്മുടെ കോമണേഴ്സ് ആയിട്ടുള്ളത്. ദെൻ ഇവരെ കോമണേഴ്സിനെ പുറത്ത് നിർത്തിയേക്കാണ്. അവരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലിട്ട് വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റെനീഷ പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്ത് എന്ന് അവരോട് ഒരു ടാസ്ക് ആണ് പറഞ്ഞത്. ടാസ്ക് നമ്മൾ 2 ദിവസം മുമ്പ് പ്രമോൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറേ താക്കോലുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അത് തട്ടിപ്പറിക്കുന്ന സെറ്റപ്പിലാണ് ഇട്ടത്. സംഭവം അത് തന്നെയായിരുന്നു. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ താക്കോലുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ദെൻ അതിൻ്റെ താഴ് ഇപ്പുറത്ത് ഒരു സംഭവത്തിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഗ്രില്ല് പോലത്തെ സാധനത്തിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു താക്കോലിനകത്ത് ഇങ്ങനെ ഒരു ബാഡ്ജ്, ബിഗ് ബോസിൻ്റെ 8 നേരിടുന്ന ഒരു കാർഡ് ഉണ്ടല്ലോ ലോഗൊക്കെ വെച്ചിട്ട്, ആ കാർഡിനകത്ത് ഒരു ക്ലൂ ഉണ്ട്. ആ ക്ലൂ അതിനകത്ത് ആ ക്ലൂ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൻ്റെ ആൻസർ എന്തായിരിക്കും ഈ കീയുടെ അടുത്തുള്ളതിൽ അതുപോലെ തന്നെ കാർഡിൽ ഉണ്ടാവും. അത് നോക്കിയിട്ട് വേണം നമ്മൾ നിൽക്കാൻ. അതായത് ഇവിടെ നിന്ന് താക്കോലെടുത്തിട്ട് അപ്പുറത്ത് നിന്നിട്ട് ഏതെങ്കിലും ഒരു താഴെ എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റില്ല. ആ ക്ലൂ അനുസരിച്ചുള്ള ഏത് താഴാണോ അത് കണ്ടുപിടിച്ച് എടുത്തുകൊണ്ട് വരുന്നതാണ്. ഈ 40 പേരെയും അങ്ങോട്ട് വിട്ട് 40 പേര് വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ 20 താക്കോലുള്ളൂ. ഒന്ന് ആലോചിക്കുക, എല്ലാം കൂടിയിട്ട് അവിടെ തട്ടിപ്പറി. അതിൻ്റെ ഇടയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൂക്കിയിട്ടാണെന്ന് ചിലർക്ക് ഹൈറ്റൊന്നും എത്തണമല്ല. ഞാനും ശ്രദ്ധിച്ചായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ അതിന് പെട്ടുപോയാനെ. കാരണം ഇത് വല്ലാത്ത പരിപാടിയായി പോയിട്ടോ, എല്ലാവരും കൂടി ചെല്ലണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇത് എടുത്തു, കുറേ പേര് എടുത്തു, കുറേ പേർക്ക് കിട്ടി. അതായത് ഈ ക്ലൂ എന്ന് പറയുമ്പോൾ ക്ലൂ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് അതൊരു കുട്ടിക്ക് കിട്ടിയത്, ഒരാൾക്ക് കിട്ടിയത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാര്, കാവിലെ ഭഗവതിയോ, അത് ഏത് സിനിമയിലായിരുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ ആൻസർ. ഏത്, 6-ാം തമ്പുരാനിലെ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് ആ ഒരു താക്കോല് വെച്ചിട്ട് വേണം ഇത് തുറന്നെടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയുടെ ഫ്ലോറിലേക്ക് നമുക്ക് എൻട്രി ഉള്ളൂ എന്നുള്ള സെറ്റപ്പ് ആയിരുന്നു.
അങ്ങനെ അവസാനം ഒരു കുട്ടിക്ക് മാത്രം കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ ആളുടെ അതിന് ക്ലൂ ഉണ്ട്, ഇതുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്താ പറയുക, ഞാൻ അത് ലോക്കായിട്ട് അത് എടുക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ താക്കോല് കൊണ്ട് പോകാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി. അപ്പോൾ അവരപ്പോഴത്തെ കൈയോടെ തന്നെ പൊക്കിയിട്ട് അവന് തിരിച്ചാ പെണ്ണിനെ തന്നെ കൊടുത്തിട്ട് അവരെ കയറ്റി. അങ്ങനെ 20 പേരോട് അകത്ത് കയറാനുള്ള പെർമിഷനായിട്ട് പറഞ്ഞിരിക്കണം. അപ്പോൾ റെനീഷ പറഞ്ഞിട്ടുണ്ട്, ഈ 20 പേര് താക്കോല് കിട്ടിയേക്കണ 20 പേരെ നമ്മൾ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ബാക്കി 20 പേരുടെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് സത്യമായിട്ട് അറിയില്ല, ഇങ്ങനെ തന്നെയാണ് റെനീഷ പറഞ്ഞത്. അപ്പോൾ അവർ വളരെ സാഡായി. ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇവരെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ആ ഫ്ലോർ ഒന്ന് കാണിക്കാതെ തന്നെ പോകുമെന്ന് നമ്മൾ ഡൗട്ട് കേട്ടു. പക്ഷെ അതിൻ്റെ കാര്യം പിന്നീട് പറയാം. സോ അപ്പോൾ ഈ 20 പേരെ കൊണ്ട് റെനീഷ് അകത്തേക്ക് പോകണം. ഈ 20 പേരെ നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇവരെ കൊണ്ടുവന്ന് ഇരുത്തി. എന്നിട്ട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ജഡ്ജസിന് 3 ടീമായിട്ട് ഇവരെ കൊടുക്കുകയാണ്. അപ്പം ജഡ്ജസിന് തന്നെ തീരുമാനിക്കാം ആരൊക്കെ വേണമെന്നും. അങ്ങനെ റിയാസും മറ്റേ രഞ്ജിനി ഹരിദാസും ദെൻ അഖിൽ മാരാറും ഈ ഒരു ആൾക്കാരെ തിരഞ്ഞെടുത്തു. അവരുടെ ടീമായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തു. ദെൻ ആദ്യം ഒരു ആൾക്കാരുടെ, അതായത് ഐ തിങ്ക് റിയാസിൻ്റെ ആണെന്നു, ആദ്യത്തെ ടീമിന് ആൾക്കാരെ എടുത്തിട്ട് അവർക്ക് എന്താണ് ടാസ്ക് കൊടുത്തു. ആദ്യത്തെ ടീമിന് ടാസ്ക് കൊടുത്തു. ആ ടീമിന് കൊടുത്ത ടാസ്ക് അത് ആദ്യം അവർ വിളിച്ചു കഴിഞ്ഞിട്ട് അവരെ പരിചയപ്പെടുത്തി, സ്വയം പരിചയപ്പെടുത്തി. അവരുടെ സ്ട്രെങ്ത്തും അവരുടെ വീക്ക്നെസ്സുമാണ് ചോദിച്ചത്. ദെൻ ഓരോരുത്തരും അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പറഞ്ഞു. അവരെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവരെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ ചെയ്തു. ദെൻ ഓരോരുത്തർ പറഞ്ഞ പല രീതിയിലാണ്. സെൻസിറ്റീവാണ്, ഓവർ തിങ്കിങ് ആണ്, സ്ട്രെങ്ത്ത് അതാണ്, അമ്മയാണ്, അച്ഛനാണ് സ്ട്രെങ്ത്ത്, എനിക്ക് സെൽഫ് കോൺഫിഡൻസ്, ഡിറ്റർമിനേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഓരോരുത്തരും വ്യത്യസ്ത വഴികളിലൂടെ വന്നവരല്ലോ, പ്രത്യേകിച്ച് കോമണേഴ്സ്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ആരായാലും, കോമണേഴ്സ് ആയാലും അല്ലാത്തവരാണെങ്കിലും, ഓരോ വ്യക്തിക്കും, നമ്മുടെ ഭൂമിയിൽ വിചാരിക്കുന്ന ഓരോ വ്യക്തിക്കും അവരുടേതായ ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാവും. അത് അവർ പറയുന്നുണ്ട്. സോ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എവിടം വരെ എത്രത്തോളം പോകുമെന്ന് അറിഞ്ഞൂടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ കുറച്ച് കളയുമ്പോൾ ഇവരുടെ സ്വഭാവം മാറും. എല്ലാവരും നല്ല പതിഞ്ഞ സംഭവങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും എനിക്ക് സംഭവമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഒരു പെരുമ്പാവൂരുകാരനുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്, ചേട്ടനാണ്, പെരുമ്പാവൂരുകാരനുണ്ട്. അപ്പോൾ അതൊരു സന്തോഷമായിരുന്നു. പെരുമ്പാവൂർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഭയങ്കര സന്തോഷമായി. പെരുമ്പാവൂരുകാരനുണ്ട്. അപ്പം നമ്മൾ പെരുമ്പാവൂരുകാരനോ അങ്ങനെ സെറ്റപ്പായിരുന്നു. പിന്നെ ഉള്ളതൊക്കെ വേറെ ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് വളരെ സന്തോഷമായി. എന്തായാലും നമ്മുടെ പെരുമ്പാവൂരുകാരൻ നല്ലതായിട്ട് വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സോ പ്ലീസ്, അപ്പോൾ ഇവരെല്ലാവരെയും പറഞ്ഞ് ഇവരെ ആക്കിയിട്ട് ഇവരെ പരിചയപ്പെടുത്തിയിട്ട് ഇവർ ഓരോരുത്തരെ വിളിക്കുമ്പോൾ, ഓരോ ടീമിനെ വിളിക്കുമ്പോഴാണ് അവരെ പരിചയപ്പെടുത്തിയത്. ദെൻ ഓരോരുത്തർക്കും ഒരു ടാസ്ക് കൊടുത്തു. അതിന് ഒരു ടാസ്കിന് എന്താണ് പറയണത്, ഒരു ടാസ്ക് ആദ്യം ഒരാൾക്ക് കൊടുത്തു, ഒരു ടീമിന് കൊടുത്തു. ആ ടീമിന് കൊടുത്തത് എന്താ, ഗ്ലാസ് പിരമിഡ് പോലെ സെറ്റ് ചെയ്യണമായിരുന്നു. നല്ല പണിയാണ്. ബസർ ടു ബസർ ആയിരുന്നു അതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്. സോ ടാസ്ക് 2-3 പേര് വിജയിച്ചു. ബാക്കിയുള്ളവരെ ഡേഞ്ചർ സോണിലേക്ക് ആക്കി വെച്ചേക്കണം. രണ്ടു പേരിൽ ഒരാളെ ബെറ്റർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ട് എന്തോ ഒരു സാധനം, പെനൻ്റോ ആ സാധനം ഇങ്ങനെ കഴുത്തിലിട്ട് കൊടുക്കണം കണ്ടു ഞാൻ. അപ്പോൾ അത് ചെയ്തു. അതുപോലെ തന്നെ 3 ടീമിനും പിന്നെ ഉള്ളവർക്കും അതുപോലെ തന്നെ കൊളംകര സെറ്റപ്പ് സംഭവം പറഞ്ഞത്. പക്ഷെ അവരുടെ കൊളംകര എന്ന് പറഞ്ഞാലല്ലേ നമുക്ക് ഇത് ഉള്ളൂ. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽ, റിയാസ്, റെനീഷ, രഞ്ജിനി അങ്ങനെ വിളിക്കുമ്പോഴായിരിക്കും ഓരോ പൊസിഷനിലേക്കും പറഞ്ഞത്, ഓരോ സൈഡിലേക്കും പറഞ്ഞത്. അതുകൊണ്ട് അത് ഇച്ചിരി നല്ല കൺഫ്യൂസ് ആയിട്ടുള്ള കളിയായിരുന്നു. നല്ല ശ്രദ്ധിച്ച് നല്ല മൈൻഡ് കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ നല്ല 8-ൻ്റെ പണി കിട്ടുകയും ചെയ്യും. അങ്ങനെ 2-3 പേര് ഔട്ടാവുകയും ചെയ്തു, അവന് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ബോൾ ഇങ്ങനെ തട്ടിയിട്ട് ഗ്ലാസ്സിൽ വരുത്തണം, അങ്ങനത്തെ സെറ്റപ്പ് ഒരു ഗെയിമോട് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലും വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ എനിവേസ് ടാസ്കിൻ്റെ കാര്യത്തിലൊക്കെ സെറ്റപ്പാണ്, എല്ലാത്തിലും കുഴപ്പമില്ല. നല്ല കണ്ടസ്റ്റൻസ് ആണെന്ന് നമുക്ക് തോന്നുന്നു. കാരണം ആദ്യത്തെ എക്സ്പ്രഷനിൽ അവർ ഫസ്റ്റ് ഇമർഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റിൽ നമുക്ക് കാണുമ്പോൾ നന്നായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ നമുക്കറിയാൻ പാടില്ല, ഇനിയുള്ള എപ്പിസോഡുകൾ കണ്ടാലാണ് നമുക്ക് അതിനകത്തിന് മൊത്തത്തിലൊരു ക്ലാരിറ്റി വരത്തുള്ളൂ. അപ്പോൾ ടാസ്കിലെ മഹാത്മ്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അവരുടെ ക്യാരക്ടർ, അവരുടെ നിലപാടുകൾ, അവരുടെ സംസാരം എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഇതിൽ എടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രം നമുക്കായിട്ടില്ല. ഞാനിപ്പോൾ 2-3 റിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ ചിലവർ പറഞ്ഞു ടാസ്കിൻ്റെ അടിസ്ഥാനത്തിലല്ല ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നത്, അവരുടെ നിലപാടുകൾ, അവരുടെ സംസാരത്തിൻ്റെ സ്കിൽസ് ഒക്കെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2-3 വീഡിയോസിനൊക്കെ കമൻറ്റ് കണ്ടതാണ്. ഇതിൻ്റെ പ്രമോയുടെ കമൻറ്റ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നി, നിങ്ങൾ അടങ്ങ്, സമയമുണ്ടല്ലോ, ഇതെല്ലാം വെച്ചിട്ടുള്ള പരിപാടിയാണ് ഈ അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞാൽ. അതായത് ടാസ്ക് വിജയിച്ചിട്ട് അവർ ഡയറക്റ്റ് വിടുകയല്ല.
ഇവർക്ക് ഡിബേറ്റ്സ് പോലെയുള്ള മറ്റുള്ള ടാസ്കുകളൊക്കെ കൊടുക്കുമെന്നാണ് കേട്ടിട്ട്. അതായത് ഇങ്ങനെ ബോൾ എറിയണതും ഗ്ലാസ് അടുക്കി വെക്കുന്നത് മാത്രമല്ല, അതിന് സംസാരത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, അവരുടെ നിലപാടുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട്, ഓൾമോസ്റ്റ് അവരുടെ പേഴ്സണൽ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാനുള്ള എല്ലാ തരത്തിലുള്ള ടാസ്കുകളും എന്താണ് ബിഗ് ബോസ് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അവർ എന്തായാലും അഗ്നിപരീക്ഷയിൽ കടത്തുള്ളൂ. പിന്നെ ഫൈനലി അങ്ങനെ അത് തീർന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊരു 20 പേരെ നമ്മൾ നിർത്തിയിട്ടുണ്ട്, അവരുടെ കാര്യമാണ്. അപ്പോൾ അവർക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാം. കാരണം ബിഗ് ബോസിൻ്റെ ഇത്രയും വലിയ ഫ്ലോറിൽ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ലക്ഷങ്ങളോളം ആപ്ലിക്കേഷനിൽ നിന്നും വന്നവരാണ് ഈ 40 പേരെന്ന് പറഞ്ഞത്. അതിൽ 20 പേരെ മാത്രം അകത്ത് കിട്ടിയിട്ട് ആ 20 പേര് എന്തൊരു സങ്കടപ്പെട്ടിട്ടുണ്ടാവും. അത് നമുക്കും തോന്നും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലോർ കാണുമ്പോൾ നമുക്ക് അവരോട് യോജിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരെന്താ കേട്ടത്തെ, എത്ര വന്നാലും ഇവിടെ വന്നതല്ലേ, ഈ വണ്ടിക്കാശെങ്കിലും മുണലാവണ്ടേ എന്നുള്ള സെറ്റപ്പ്. അപ്പോൾ അതുകൊണ്ട് അവരെ വിളിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ അവരെ വിളിക്കാമെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവരുമായിട്ടുള്ള എപ്പിസോഡായിരിക്കും ഇന്ന്. അവരെ കുറച്ച് സ്ട്രഗിൾസ് നേരിടേണ്ടവരുമെന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും പണി ഉണ്ടാവും. 7ൻ്റെ പണി തന്നെ ഒരു വിധമായിരുന്നു. അപ്പോൾ 8 ആകുമ്പോൾ 8ൻ്റെ പണി എന്താവുമെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമ്മൾ നാളെ ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ട് പിന്നെയും വരുന്നതാണ്. അതുവരെ ടാറ്റ.